ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് കുറച്ച് പുറത്തെ കാര്യങ്ങളൊക്കെ ചിരവള്ളിയിലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് രാത്രിത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് വേവിച്ച ബസ്മതി റൈസ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണ്. ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ്റെ ബ്രസ്റ്റ് കയ്യിലുണ്ടായിരുന്നു. ബ്രസ്റ്റ് ഇല്ലല്ലോ, ബോൺലെസ് ആണ്. അതിന് ബ്രസ്റ്റ് അല്ല, ഇനി ലെഗ് പീസിൻ്റെ ബോൺലെസ് ആണെങ്കിലും അങ്ങനെ ആണെങ്കിലും ചെയ്യാം കേട്ടോ, അതും നല്ലതാണ്. എൻ്റെ കയ്യിൽ പക്ഷേ ബ്രസ്റ്റ് പീസാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 500-600 ഗ്രാമിനകത്ത് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു സ്റ്റാർ ഫ്രൈഡ് ചിക്കനും അതിൻ്റെ കൂടെ ഒരു ബോയിൽഡ് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. വെറൈറ്റി ഒരു 5 ബോയിൽഡ് എഗ്ഗ് സെറ്റാണ്. അത് നോക്കിക്കോളൂ. അതിൻ്റെ മഞ്ഞയും വെള്ളയും മാറ്റി, യെല്ലോ മാറ്റിയിട്ട് വൈറ്റിനെ ഞാനിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലെ. ഇവിടുത്തെ ആ 5 മുട്ടയുടെ യോക്കുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിരുന്നു, മീഡിയം ചെറുത്, അത് ചോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ വെളുത്തുള്ളി ചെറുതായിരുന്നതും റെഡിയാണ്. ഞാൻ തുടങ്ങിയാൽ മതി. അടുപ്പിലേക്ക് പാത്രവും വെച്ചിട്ടുണ്ട് ചൂടാകാൻ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും, ഒരു 3 ടേബിൾ സ്പൂൺ. ഓക്കെ, എണ്ണ ചൂടാകുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം 1 ടേബിൾ സ്പൂൺ ചെറുതായരിഞ്ഞ് ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗാർലിക്ക് മണം വരണം. ബ്രൗൺ ആവണ്ട. ഇതിനോടൊപ്പം സവാളയും കൂടി ചേർക്കും. ഇതെല്ലാം ക്വിക്ക് റെസിപ്പീസാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിലാണെങ്കിൽ ബ്രൗൺ ആകണം ഇതങ്ങനെയൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ മാത്രം എല്ലാം ചെറുതായൊന്ന് ആ ഒരു ഫ്ലേവർ ഓയിലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ചില്ലി ഫ്ലേക്സ്, വൈറ്റ് ചില്ലി ഫ്ലേക്സ് എനിക്കൊരു 1.5 ടീസ്പൂൺ ചേർത്തു. ഈ നമ്മുടെ എഗ് യോക്ക് അതിനൊന്ന് പൊടിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഒന്ന് പൊടിഞ്ഞ് അതിൻ്റെ ആ ഫ്ലേവർ, ആ മുട്ടയുടെ ഒരു സ്വാദ് ഈ എണ്ണയിൽ ഇറങ്ങണം. കുഴഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. റൈസിൽ ഉപ്പിട്ട് വേവിച്ച റൈസാണ്, അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇതിലേക്ക്. അപ്പോൾ ഈ ഓയിൽ ശരിക്കും ആ മുട്ടയുടെ ഫ്ലേവർ ഭയങ്കരമായിട്ട് നല്ലതായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ എഗ് വൈറ്റ് മുറിച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർക്കാം. ഇത് 5 മുട്ടയുള്ളൂ കേട്ടോ, എല്ലാം കൂടി ചേർത്തിട്ട്. പക്ഷെ നല്ല എഗ്ഗിൻ്റെ ആ ഒരു മണം രുചി എല്ലാം വരും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. ബസ്മതി റൈസാണ്. ചോറാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം, നല്ലൊരു മിക്സ്. ഇതിലിപ്പോൾ ഗ്രീൻസ് ഒന്നും ഞാൻ ഇടുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. പക്ഷേ സ്പ്രിംഗ് ഓണിയനും കൂടി ഉണ്ടെങ്കിൽ ചേർക്കാം. സാലറിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതിത്രേ ഉള്ളൂ. ഉള്ള കാര്യം വെച്ചിട്ട് നമ്മളൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് പറയില്ലേ, അതുപോലെ ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസാണ്. വെരി സിമ്പിൾ വൺ. വർക്കിംഗ് ലേഡീസിനും പിന്നെ എന്താ പറയുക, സ്കൂളിൽ കൊടുത്തയക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ബെസ്റ്റാണ്. ടിഫിനായിട്ട് കൊണ്ടുപോകാം. വേവിച്ച ചോറിൽ ഉപ്പുണ്ടായിരുന്നു, അതിൽ ഞാൻ നോക്കിക്കോട്ടെ. ഉപ്പുണ്ട്, ആവശ്യത്തിനുണ്ട്. അങ്ങനെ ഞാൻ ഒരു കപ്പും കൂടി ചേർക്കും, 5ാമത്തെ കപ്പ്. അപ്പോൾ 5ാമത്തെ കപ്പ് ഓഫ് റൈസ് വേവിച്ചത് അതും ചേർക്കും. നല്ലൊരു മിക്സ്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കുന്നേ. ഇനി വേണമെങ്കിൽ 1 കപ്പ് റൈസും കൂടെ ഉണ്ടെങ്കിലും ഇടാം, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ അതെല്ലാം ചെയ്യാൻ പറ്റും. നല്ലൊരു എഗ്ഗിൻ്റെ ഫ്ലേവർ വരുന്ന സൂപ്പർബായിട്ടുള്ളൊരു ബോയിൽഡ് എഗ് ഫ്രൈഡ് റൈസ്. മതി അങ്ങനെ നല്ലൊരു എഗ്ഗ് ഒക്കെ ഫ്ലേവറുള്ള നല്ലൊരു ബോയിൽഡ് എഗ് ഫ്രൈഡ് റൈസ്. ഏറ്റവും സിമ്പിളായിട്ട് ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു വീട്ടമ്മമാർക്ക് മാത്രമല്ല വർക്കിംഗ് ലേഡീസിന് ഫാസ്റ്റായിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് ചെയ്യാൻ പറ്റിയത്. ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ടാണല്ലോ ചെയ്തത്. അതുപോലെ നമുക്ക് രാവിലെ കുഞ്ഞുങ്ങൾക്ക് ടിഫിനിൽ പിന്നെ അവർക്കുണ്ടാക്കുമ്പോൾ ചില്ലി ഒഴിവാക്കാം. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ ഓഫീസിലേക്ക് ടിഫിനിൽ ആണെങ്കിലും പാക്ക് ചെയ്തു. എക്സലൻ്റാണ്. അപ്പോൾ ഇതിന് സൈഡ് ഡിഷ് തന്നെ വേണമെന്നില്ല, പക്ഷേ എനിക്കിവിടെ ചിക്കൻ ഉണ്ട്. അത് തന്നെ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റാർ ഫ്രൈഡ് ചിക്കനും കൂടി ഉണ്ടാക്കാം. ആക്ച്വലി ഇതിന് സോസ് അങ്ങനെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, നത്തിങ് ആർട്ടിഫിഷ്യൽ, വെരി സിമ്പിൾ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം. സെലറിയൊക്കെ പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ കാണില്ല. സ്പ്രിംഗ് ഓണിയൻ ഓക്കെയാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോകാം അല്ലേ. സ്റ്റാർ ഫ്രൈ ചിക്കനും കൂടി ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മുടെ ബോയിൽഡ് എഗ് ഫ്രൈഡ് റൈസ് വളരെ സിമ്പിൾ, നിമിഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്.
പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഈ സെയിം പാത്രത്തിലാണ് ഞാൻ നമ്മുടെ സ്റ്റാർ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തി എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടോ, അത് എക്സ്ട്രാ, ഇതിപ്പോൾ എക്സ്ട്രാ ആണ് ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാവർക്കും ചപ്പാത്തി വേണ്ടല്ലോ, നമ്മൾ ചപ്പാത്തിയുടെ ആൾക്കാരല്ല. മോസ്റ്റ്ലി എനി വെറൈറ്റി റൈസ് ഇസ് ഗുഡ്. നല്ല മണം, യമ്മി മണം. അപ്പോൾ നമ്മുടെ ഒരു ഫാസ്റ്റ് കുക്കിങ്ങിൻ്റെ ഒരു കോംബോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റിനകത്തായിട്ടുള്ളൂ. ഇനി ബാക്കി കാര്യം അതുപോലെ തന്നെയാണ്, ചിക്കൻ്റെ കാര്യം അത് തന്നെയാണ്, ജസ്റ്റ് അരിയുന്ന സമയം അത്രേ ഉള്ളൂ. സ്റ്റാർ ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നാകും. പിന്നെ ഞാൻ എപ്പോഴും ടിപ്പിക്കൽ, അതായത് ഒത്തൻറ്റിക് ആയിട്ടുള്ളതും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. എന്നാലും എനിക്ക് കുറച്ച് കൂടുതൽ ഫ്യൂഷൻ, എൻ്റേതായ കുറച്ച് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഞാൻ മിക്കവാറും എല്ലാ വിഭവങ്ങളിലും കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇതിപ്പോൾ സ്റ്റാർ ഫ്രൈ ചിക്കൻ ആണെങ്കിലും ഒരു ടിപ്പിക്കൽ പക്ക ചൈനീസ് ആയിരിക്കില്ല, അതിലൊരു ചെറിയൊരു ഇന്ത്യൻ ടച്ചൊക്കെ കൊടുത്തിട്ട് കുറച്ചൊരു ഫ്യൂഷൻ സ്റ്റൈലിൽ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് സ്വാദാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 സവാള ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 മീഡിയം മതി. ഇതിപ്പോൾ ഒരെണ്ണം വലുതായതുകൊണ്ട് ബാക്കി 2 അതിനനുസരിച്ചിട്ടുള്ള സൈസാണ്. ഇതെല്ലാം നീളത്തിനാണ് അരിയാൻ പോകുന്നത്. പിന്നെ ഒരു ക്യാപ്സിക്കം ലോങ് പീസസ്, പിന്നെ ടൊമാറ്റോ ഒരെണ്ണം ഞാൻ ചേർക്കും, അതും ഇങ്ങനെ ലോങ് പീസ്. പിന്നെ 2 പച്ചമുളക്, അതിൻ്റെ അകത്ത് അരിയെല്ലാം മാറ്റിയിട്ട് തോട് വെച്ചിട്ട് അതിനെ ഒന്ന് സ്ലൈസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നേരത്തെ തന്നെ അരിഞ്ഞ് കഴിയും. ഇതിപ്പോൾ 2 പച്ചമുളക് അകത്തെ കുരുവെല്ലാം മാറ്റിയിട്ട് ഇനി ഇതിങ്ങനെ സ്ലൈസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഒരുപാട് കനം കുറച്ച് നീളത്തിനല്ല, ഇച്ചിരി തിക്കായിട്ട് ഒരു പേരും സെറ്റില്ലാണ്ട്. കാര്യം ചൈനീസ് കുക്കിങ്ങിൻ്റെ ഇപ്പോൾ ചില്ലി ചിക്കൻ ആണെങ്കിലും ഭയങ്കര തിന്നായിട്ടല്ലോ, അങ്ങ് ബ്രൗൺ ആക്കാനല്ല, അതിനകത്ത് കിടക്കണം, നമുക്ക് കടിക്കാൻ കിട്ടണം, അങ്ങനത്തെ ആ രീതിയിലുള്ള. ഇപ്പം നമ്മളത് ഏതാണ്ട് കഴിഞ്ഞു. ഈ കട്ടിങ് ടൈം മാത്രമേ ആവശ്യമുള്ളൂ ആക്ച്വലി പറഞ്ഞു. ഇതിനെ മാറ്റിയിട്ട് ക്യാപ്സിക്കം പീസസും കുറച്ച് നീളത്തിനുള്ള പീസായിട്ട് അകത്തുള്ള എല്ലാം മാറ്റിയിട്ടാണ് കേട്ടോ അരിയേണ്ടത്. രണ്ട് ടൊമാറ്റോയും കൂടി വേണം. അത് നമുക്കൊരു കാര്യം, ഇത് ഇച്ചിരി, അതായത് ഈ ഭാഗം കുറച്ച് മാറ്റാം, ഭയങ്കര പൾപ്പിയാകണ്ട, എന്നാൽ ഇച്ചിരൊക്കെ ആയാലും കുഴപ്പമില്ല, ഇച്ചിരൊക്കെ ആകാം, ഇതിൻ്റെ ഒരുപാട് വേണ്ട. ചിക്കൻ പീസസ് അരിയാം, അതായത് ഇതും നീളത്തിനുള്ള കട്ടിങ്ങാണ്, ജൂലിയൻ. അതായത് സ്റ്റാർ ഫ്രൈയിലൂടെ തന്നെ ഇത് പെട്ടെന്ന് വേകും, അത്രയും കട്ടിയൊന്നും വേണമെന്നില്ല, ആ ഒരു സ്റ്റൈലിൽ ചെയ്യാം. ഒരു 600 ഗ്രാം ബോൺലെസ് ആണുള്ളത്. ഇത് ബ്രസ്റ്റ് പീസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചിക്കനും അരിഞ്ഞെടുത്തു, എല്ലാം അരിയൽ മാത്രമേ ഉള്ളൂ, ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഇനി പാത്രം വീണ്ടും ഞാൻ അടുപ്പ് വെച്ച് കത്തിച്ചിട്ടുണ്ട്, എണ്ണ ഒഴിക്കാം, ചൂടായി. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ, ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇനി ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർക്കും. ഇതൊന്നും ബ്രൗണൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതാണ് നമ്മുടെ ഒരു ചൈനീസ് കുക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്. പക്ഷേ ഇത് പക്കാ ചൈനീസാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, കുറച്ച് ഫ്യൂഷനാണ്. ഞാൻ എൻ്റേതായ മാറ്റങ്ങളെല്ലാത്തിനും വരുത്താം. പച്ചമുളക് അരി മാറ്റിയിട്ട് വെള്ളത്തിന് ഇങ്ങനെ ചരിച്ചരി, നല്ല മണം, ആ ഒരു ഇൻഫ്യൂസ്ഡ് ആയി കഴിഞ്ഞു, അതാണ് ആ ഒരു മണം വരുന്നത്. ഓയിലില്ല. ഇനി ആ സവാള ചേർക്കും, ടെൻഡറായിട്ടുണ്ട്. 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കഴിഞ്ഞപ്പോൾ അത്ര മതി. ഇനി ഇതിലേക്കാണ് ചിക്കൻ്റെ പീസസ്. സ്റ്റെയർ ഫ്രൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിഭവത്തെ പോലെ നമ്മളിങ്ങനെ സ്റ്റെയർ ചെയ്ത് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ. ഇത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അങ്ങനത്തെ വോക്കിലൊക്കെ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് ചെയ്യുമ്പോൾ ഇത് ഖനം കുറച്ച് വെള്ളത്തിലല്ലേ അരിഞ്ഞിരിക്കുന്നത്, അത് പെട്ടെന്ന് തന്നെ വേകും, വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഹൈ ഹീറ്റിൽ കിടന്ന് തന്നെ വെന്തോളും.
ചിക്കൻ്റെ പീസസ് എല്ലാം ഒരു പകുതി വേഗമായിട്ടുണ്ടാവും. അത് നോക്കിക്കോളൂ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് ചെയ്യാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തില്ലല്ലോ, പിന്നെയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി കുറച്ചും കൂടി വേകാനുണ്ട്. പിന്നെ ഈ ഒരു സമയം ക്യാപ്സിക്കം കൂടി ചേർത്ത് വെക്കാം. ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി വരും. ബൈ ദ ടൈം ചിക്കന് വേകും. ഇതും ഒരു സിമ്പിൾ റെസിപ്പിയാണ്, ഈസി ടു മേക്ക്. നന്നായിട്ടൊന്ന് വേഗത്തെ ചിക്കൻ്റെ പീസ് നന്നായിട്ട് വേകണം. ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി വരുകയും ചെയ്യും. പാത്രം അടച്ചിടുന്ന പരിപാടിയേ ഇല്ല. ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി തന്നെയാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് സ്റ്റാർ ഫ്ലെയിം. നമ്മളിങ്ങനെ ഇളക്കിയാണത് വേവിച്ചെടുക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ എസ് സ്റ്റാർ ഫ്ലെയിം. സ്റ്റാർ ചെയ്ത് വേവിക്കുന്നു. അപ്പോൾ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങി അങ്ങനെ വരുമൊന്നുമില്ല. അത് കറക്റ്റാണ്. ഇങ്ങനെ തന്നെ വെന്ത് കിട്ടും. ഒരല്പം വെള്ളമൊക്കെ വരും, അതങ്ങ് പൊയ്ക്കോളും. ഇതിനകത്ത് ഇങ്ങനെ ഹെവിയായിട്ട് ടൊമാറ്റോ കഴിഞ്ഞാൽ റെഡിയാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ പറയില്ലേ കുറച്ച് ഇമ്പ്രവൈസേഷൻ എന്തായാലും ഉണ്ടെന്ന്. പക്ക ചൈനീസ് അല്ല, നമ്മളൊരു ഫ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി എന്തായാലും ചേർക്കും. അപ്പോൾ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ, ദാറ്റ് ഈസ് ഒരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. പിരിയൻ മുളകിൻ്റെ ചേർത്താൽ മതി. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടാവും, 2.5 ടേബിൾ സ്പൂൺ മുതൽ 3 വരെ ചേർക്കാം. അതൊന്നും പരിപാടി കഴിഞ്ഞു. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഏതാണ്ട് ചിക്കൻ്റെ പീസസ് എല്ലാം വെന്ത് കഴിഞ്ഞ് ഇത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കയറുന്നു. പെട്ടെന്ന് തന്നെ ആവും. ചിക്കൻ പീസസ് വെന്ത് നീളത്തിന് ഇങ്ങനെ അരിയുന്നുണ്ട്, പെട്ടെന്ന് വരും. ഒരു 1.5 ടീസ്പൂൺ അതൊക്കെ മുളക് പൊടി. ഇപ്പോൾ ഓൾറെഡി ചേർത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം. നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ മുളക് പൊടി ചേർത്തു. അപ്പോൾ അതിൻ്റെ ഒരു പച്ചക്കറിയൊക്കെ മാറിക്കോളും. ഈ ചൂടിലേക്ക് വരുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ സ്റ്റാർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒരു 2.5 ടേബിൾ സ്പൂൺ മുതൽ 3 വരെയാണ്. നല്ലൊരു മിക്സി. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ക്യാപ്സിക്കം ഇത്ര വേകണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ഇട്ടാലും മതി. നമുക്ക് പക്ഷേ കുറച്ചുകൂടി ചിലപ്പോൾ കൂടി ചേർക്കാം. ചിക്കൻ്റെ കറി ഇനി ലാസ്റ്റ് പാർട്ട് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മുടെ ടൊമാറ്റോയുടെ അകത്ത ഭാഗമെല്ലാം മാറ്റിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. എന്നിട്ട് നീളത്തിലായി. ഇതൊന്നും സാധാരണ ചൈനീസ് കുക്കിൽ വരുന്നതല്ല കേട്ടോ. ടൊമാറ്റോ ഇങ്ങനെ ഇടുന്നത് ഞാനത് ചേർത്താണ്. ഒരു റെഡ് ക്യാപ്സിക്കം കിടക്കുന്ന പോലെ. എന്നാൽ അതിൻ്റെ പുളിയൊന്നും ഉണ്ടാവില്ല, അകത്തെ കുരുവെല്ലാം മാറ്റുമല്ലോ. ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ആ വാടി കിട്ടുക. ടൊമാറ്റോ നമ്മൾ വെന്ത് കുഴയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി അതിനോടൊപ്പം ആയിക്കോട്ടെ. ഈ ചൂട് തന്നെ ധാരാളം. തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് ആക്കട്ടെ. ഇത് കളർഫുള്ളാന്ന് നോക്കിയാൽ ബ്യൂട്ടിഫുൾ. റെഡും ഗ്രീനും എല്ലാം കൂടി വരുമ്പോൾ ആഹാ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ആ ഒരു ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിന് പ്രത്യേക എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. സോ നമ്മുടെ സ്റ്റാർ ഫ്രൈ ചിക്കൻ ഈസ് റെഡി. അടിപൊളി. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഫ്രൈ ചിക്കൻ ആൻഡ് ബോയിൽഡ് എഗ് ഫ്രൈഡ് റൈസ്, സിമ്പിൾ, രണ്ടും സെറ്റ് കോംബോ. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നു. അടിപൊളിയല്ലേ? എന്തെളുപ്പമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ റൈസ് ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു, പിന്നെന്താ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫാസ്റ്റായിട്ട്. പിന്നെ ചിക്കൻ്റെ അരിയുന്ന സമയം എടുത്തുള്ളൂ. സ്റ്റാറിങ് എല്ലാം കൂടെ ഒരു 10 മിനിറ്റിൽ കാര്യം, 10-15 മിനിറ്റ് മാക്സിമം. ഫാസ്റ്റായിട്ട് ചെയ്യാം, ഈസിയാണ്, സ്വാദാണ്. കഴിക്കട്ടെ. സൂപ്പർ കോമ്പിനേഷൻ. അടിപൊളി. അതായത് നമ്മൾ ടൊമാറ്റോ സോസ് അല്ലാണ്ട് വേറെ ഒരു സോസ് ഉപയോഗിച്ചിട്ടില്ല. ഓൾ നാച്ചുറൽ തിങ്സ്, വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് എക്സോട്ടിക് സാധനങ്ങൾ മേടിക്കാൻ ഒരിടത്തും പോകണ്ട. ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ അല്ല അങ്ങനെ ഒരു വെജിറ്റബിൾ ഇതിൽ വന്നത്. ബാക്കിയൊക്കെ നമ്മുടെ നാടൻ കാര്യമാണ്. ഇത് ടേസ്റ്റ് അറിയണം.
കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഭയങ്കരമായിട്ട് ഇഷ്ടവും. ഭയങ്കരമായിട്ട് ഇഷ്ടമെന്ന് വെച്ചാൽ വെറുതെ അല്ല ഞാൻ പറയുന്നത്, നല്ലോണം ഇഷ്ടം. ദിസ് ഈസ് ടു ഗുഡ്. അതേപോലെ അതാണ് ഈ കുട്ടിക്കും ഭയങ്കര ഇഷ്ടവും, എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങളുടെ ഡിന്നർ ഇതാണ്. നിങ്ങളുടെ വീട്ടിലും ഒരു ദിവസം ലഞ്ചോ ഡിന്നറോ ഒക്കെ ഇതാക്കിയാൽ ഗംഭീരമായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ, അടിപൊളിയാണ്. ഫീഡ്ബാക്ക് തരാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.